ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും കവീസ് ഹോം മേക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തക്കാളി കറിയാണ് കേട്ടോ. ഇത് ഇവിടെ ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ കറി എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെയാണെങ്കിൽ ഈ ഒരു കറി മാത്രം മതി വയറ് നിറച്ച് ചോറുണ്ണാൻ. അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ദോശ, ഇഡ്ഡലി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കത് ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കതിൽ ചേർക്കാനില്ല. അപ്പോൾ മാത്രമല്ല, ഈ ഒരു കറി നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു 2-3 ദിവസം വരെ ഇത് കേടുകൂടാതിരിക്കും. അപ്പോൾ എവിടേക്കെങ്കിലും നമ്മൾ പുറമേ യാത്ര പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കി പിടിച്ചാൽ നമുക്കൊരു 3 ദിവസത്തേക്ക് ഇത് ഒരു കേടും കൂടാതെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണാം. അപ്പോൾ തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 തക്കാളികൾ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ചുവന്ന തക്കാളികൾ എടുക്കുന്നതാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത്. കടുക്, മുളക്, ഉപ്പ്, ഇത്രയാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഈ തക്കാളി നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ആ പരിപാടിയും വേഗം കഴിയും. പരമാവധി ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അത് മാത്രമാണ് ഇപ്പോൾ ഇതിലൊരു പണി എന്ന് പറയാൻ നമുക്കുള്ളൂ. അപ്പോൾ ഞാൻ തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞത്. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കടുക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചെടുക്കാം. കടുക് തീരെ അവോയ്ഡ് ചെയ്യരുത്, ഇത്തിരി ഉപയോഗിക്കണം കേട്ടോ. പിന്നെ കൂടുതൽ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചുവട് കട്ടിയുള്ള ഒരു വായവട്ടമുള്ള പാത്രം എടുക്കേണ്ടതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മളിത് നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ തക്കാളി കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ഇത്തിരി സാധാരണ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കണേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എണ്ണ വേണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് ദിവസം ഇരിക്കണ കറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ എണ്ണയാണ്, നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണ ആവശ്യത്തിന് എടുക്കുക. ഈ നല്ലെണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കടുക്, അതിടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ പൊടിച്ച് വെച്ചിട്ടുള്ള കടുക് ഇടുകയാണ് കേട്ടോ. കടുക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. ഇത് ഇത്തിരി സ്പൈസി ആയിട്ട് തന്നെ ഉണ്ടാക്കണം, എന്നാലാണ് ടേസ്റ്റ് കേട്ടോ. ഇത്തിരി കറി മതി, നമുക്ക് ഒരു പറ ചോറുണ്ണാന്ന് പറയാം. ഇപ്പം ഞാനിതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് ഇത്ര തന്നെ മുളക് പൊടി ഇടണം, എന്നാൽ തന്നെയാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ തീരെ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കാൻ കുഴപ്പമില്ല. പക്ഷേ സ്വാദ് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും മുളക് പൊടി തന്നെ ഇടണം കേട്ടോ. അപ്പോൾ ആ നല്ലെണ്ണയിൽ കിടന്ന് മുളക് പൊടിയും കടുകൊക്കെ നന്നായി മൂത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇടണം. തക്കാളിയുടെ പുളി മാത്രം പോരാന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. ഈ സമയത്ത് പുളി പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇതിലേക്ക് ആ എണ്ണയും കടുകും മുളകൊക്കെ ഉണ്ടല്ലോ നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഇതിലിനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത്രയും ക്വാണ്ടിറ്റിക്ക് എന്ന് കണക്കാക്കിയിട്ട് ഉപ്പ് ചേർക്കരുത്. കാരണം ഇത് നന്നായി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നമ്മളിത് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കി വരുമ്പോൾ ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ കറി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്താൽ മതി. എന്തായാലും ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് കുറച്ച് ചേർക്കുക, പിന്നീട് വേണമെങ്കിൽ ആവശ്യത്തിന് ഇടാമല്ലോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ആ തക്കാളിക്കറി നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്നും വേവിക്കണ്ട, തുറന്ന് തന്നെ ഇരിക്കട്ടെ. ഹൈയിലിട്ടിട്ട് തന്നെ വേവിച്ചാൽ മതി. നന്നായി തിളച്ച് ഇതിന്ന് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പം ഞാനിതിൻ്റെ ഓരോ സ്റ്റേജസ് ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ നോക്കിയാൽ കാണാം നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് നേരമായി ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, കരിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെള്ളമുള്ള കാരണം കരിയില്ല, എന്നാലും ശ്രദ്ധിക്കുക നന്നായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്ര മാത്രമേ വേണ്ടൂ. ഇത് പ്രത്യേകിച്ച് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് നമ്മൾ ഇതൊരു ഭാഗത്ത് ഉണ്ടാക്കാൻ വെച്ചിട്ട് ബാക്കി എല്ലാ പണികളും ചെയ്ത് വരുമ്പോഴേക്കും ഇത് നന്നായി വറ്റി നമുക്ക് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു, അതിലെ വെള്ളം നന്നായി തന്നെ വറ്റിയിട്ടുണ്ട്. ഞാൻ സ്പീഡാക്കി എടുത്തതാണ് കേട്ടോ, അവിടെ നിന്ന് എടുത്തുള്ളൂ വീഡിയോ, അത് കാരണം കൊണ്ടാണ്. ഇപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവും സൈഡിലും എല്ലാം നന്നായി എണ്ണ തെളിഞ്ഞു, അതിൻ്റെ ആ വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആ തക്കാളിയുടെ പകുതിയുള്ളൂ, നമ്മളെടുത്ത തക്കാളിയുടെ അതിൻ്റെ പകുതിയായി ഈ കറി. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഇത്രയ്ക്ക് ഡ്രൈ ആക്കിയാൽ മതി. അതല്ല നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, പുറമേക്ക് പോകുന്നവർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് ഒരു കുഴപ്പവും കൂടാതെ അത് ഒരു കേടും കൂടാതെ ഇരുന്നോളും. അപ്പോൾ ചോറിനോ ചപ്പാത്തിയോ എന്തെങ്കിലും ഒന്ന് പാക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ചേട്ടനൊക്കെ എങ്ങനെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു കറിയാണ്, നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.